ആ വേലിക്കകത്ത് വീടിന് മുന്നിലും നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികളാണ് മുഴങ്ങിയത്. പ്രവർത്തകർ ഒരു നിർദ്ദേശം വരെ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു. അവരുടെ പ്രിയ സഖാവ് കേൾക്കുമാർ ഉച്ചത്തിൽ VS ആ മുദ്രാവാക്യങ്ങളിലൂടെ സ്പന്ദിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇക്കാലം അത്രയും VS എത്രയോ വേദികളിൽ, സമര ഭൂമികളിൽ മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു പകർന്ന നേതാവാണ്. ആ നേതാവിന് മുദ്രാവാക്യങ്ങളിലൂടെ ജീവൻ പകരാൻ ശ്രമിക്കുന്നത് പോലെ ആ സഖാക്കൾ നീണ്ട മണിക്കൂറുകളിൽ അത്രയും അണമുറിയാത്ത മുദ്രാവാക്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നേതാക്കളുടെയും പോലീസിൻ്റെയും ഒക്കെ നിർദ്ദേശം വന്ന ശേഷമാണ് അവർ നിശബ്ദരാകുന്നത്. 8 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചലനങ്ങളിൽ സമരാവേശത്തിൻ്റെ തീ പടർത്തിയ നേതാവാണ് വിടവാങ്ങുന്നത്. ഇപ്പോൾ ആ വേലിക്കകത്ത് വീട്ടിൽ നിശ്ചലനായി കിടക്കുന്നത്. പുന്നപ്രയിൽ, വയലാറിൽ തോക്കിനെ വാരിക്കുന്തം കൊണ്ട് നേരിട്ട ധൈര്യത്തിൻ്റെ ആ ധീരരായ തലമുറയുടെ വാഗ്ദാനം പ്രതിനിധിയാണ് വിടവാങ്ങുന്നത്. ജനഹൃദയങ്ങളിൽ ഇപ്പോഴും VSന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുണ്ട്. കനൽ വഴികളെ താണ്ടി വന്നൊരു ജീവിതം, അത് പിന്നീട് കരുത്തു പകർന്നത് അശരണരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട മനുഷ്യർക്കാണ്. അനീതികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കരുത്തായ ശബ്ദമാണ് VSൻ്റേത്. അതിന് കുന്നും മലയും കുഴിയും ഒന്നും പ്രശ്നമല്ല. അതെല്ലാം താണ്ടി VS ഏത് പ്രായത്തിലും കടന്നു ചെന്നത് നമ്മൾ കണ്ടതാണ്. മതികെട്ടാനിൽ പോകുമ്പോൾ പ്രായം 80 കഴിഞ്ഞു. അപ്പോഴും VSന് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. കാരണം സമരങ്ങളിൽ VS ജ്വലിച്ചു. സമരങ്ങളിലാണ് VS ജീവിതം കണ്ടെത്തിയത്. അല്ലെങ്കിൽ ആവേശം ഏറ്റുവാങ്ങിയത് സമരഭൂമികളിൽ നിന്നാണ്. സമരഭൂമികൾക്കാകെയും ആശയും ആശ്വാസവും പകർന്ന VS ആണ് വിടവാങ്ങുന്നത്. ഇനിയുള്ള കാലം ജനകീയ സമരങ്ങളിലെ ഒരു പ്രതീക്ഷയെന്ന് കാത്തിരിക്കേണ്ടത് ഈ മനുഷ്യനെ ഇനി കാത്തിരിക്കാനാകുമോ എന്ന സങ്കടം പല നേതാക്കളും മുമ്പ് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പാർട്ടിയടക്കം തിരുത്താൻ, പാർട്ടിയിൽ അടക്കം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നേരിൻ്റെ വഴി കാട്ടിക്കൊടുക്കാൻ ഇനിയൊരു നേതാവുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ, ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ഈ അനീതികളോട്, അസമത്വത്തിനോടൊക്കെയുള്ള കലഹം, പോരാട്ടം. അത് ആദ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപാഠി, ജാതീയമായി അധിക്ഷേപിച്ച സഹപാഠിയെ അരഞ്ഞാണമൂരി അടിച്ചു തുടങ്ങിയതാണ് VS, 4ാം ക്ലാസ്സുകാരൻ VS. അവിടെ നിന്ന് ഇങ്ങോട്ട് അനീതികൾക്കെതിരെ, അസമത്വത്തിനെതിരെ, പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ, അങ്ങനെ അന്നൂരി അരഞ്ഞാണം അത് പിന്നീട് വാക്കായും സമരമായും പ്രവൃത്തിയായും കുത്തിയിരിപ്പായും ഒക്കെ നിരാഹാരമായും ഒക്കെ അങ്ങനെ പല ആയുധങ്ങൾ VS പുറത്തെടുത്തു. പലർക്കും പൊള്ളി, പലരും തിരുത്തി പാർട്ടിയടക്കം നേരിൻ്റെ വഴിയിലേക്ക് നയിച്ച VS ആണ് വിടവാങ്ങുന്നത്. ഇപ്പോഴും ആ വീടിന് മുന്നിൽ നിന്ന് ആൾക്കൂട്ടം വിട്ടുപോകുന്നില്ല. പ്രിയ നേതാവിന് വിട ചൊല്ലി അവർ മടങ്ങുന്നില്ല. കാരണം അവരുടെ മുദ്രാവാക്യങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത്രയും VS. ഇപ്പോഴും അവിടെ നിന്ന് ആ വീടിന് മുന്നിൽ ഇനി വേലിക്കകത്ത് വീട്ടിൽ ഈ രാത്രിയിൽ പൊതുദർശനമില്ല എന്ന് നേതാക്കൾ പലതവണ അറിയിച്ചതാണ്. പക്ഷേ നിശബ്ദരായി പ്രവർത്തകരാകെയും അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരെല്ലാവരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളോട് പ്രതികരിച്ച പ്രവർത്തകരാകെയും ചോദിക്കുന്നത്, പറയുന്നത്, ഇനിയൊരു VS ഇതുപോലെ ഉണ്ടാകുമോ? ഇനി വീട്ടിലെ ഒരു കാരണവരെ നഷ്ടപ്പെട്ട പോലെ. അത് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും, സകല മലയാളികൾക്കും അവർക്ക് അനീതികളിൽ ഒരു
ഒരാൾ നിർത്തുമ്പോൾ മറ്റൊരാളെന്ന പോലെ ഏറ്റേറ്റ് വിളിക്കുകയാണ്, ഒന്നോടൊന്ന് ഏറ്റു വിളിക്കുകയാണ് മുദ്രാവാക്യങ്ങൾ. വേലിക്കകത്ത് വീടിന് മുന്നിലും ഇപ്പോഴും തടിച്ചുകൂടിയിരിക്കുന്ന വി എസിനെ ഇഷ്ടപ്പെട്ട, വി എസിനെ നെഞ്ചോട് ചേർത്ത മനുഷ്യർ സഖാക്കൾ, അവർ മുദ്രാവാക്യങ്ങൾ നിലയ്ക്കാതെ അങ്ങനെ വി എസിന് സ്പന്ദനം, വി എസിൻ്റെ രാഷ്ട്രീയത്തിന് സ്പന്ദനം പകരുകയാണ്. എ വി ജയശങ്കറുണ്ട്. ജയശങ്കർ, ഇപ്പോഴും ആ വീടിന് മുന്നിൽ ഇടയ്ക്ക് പോലീസും നേതാക്കളും ഈ മുദ്രാവാക്യം വിളികൾ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. കാരണം പൊതുദർശനമടക്കം വീട്ടിൽ അവസരമില്ല. മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ടിനെ പോലുള്ള ഏതാനും ചിലർ മാത്രമാണ് വീടിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രകാശ് കാരാട്ട് അന്തിമോപചാരം അർപ്പിച്ച് വി എസ് അച്യുതാനന്ദൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നാണ്, ബാർട്ടൺ ഹില്ലിലുള്ള വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വീട്ടിൽ പൊതുദർശനമില്ല. നാളെ ദർബാർ ഹാളിലാണ് ഇനി പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലത്തെ അത്രയും എ കെ ജി സെൻറ്ററിൽ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട സഖാക്കൾ, വി എസിനെ ഇഷ്ടപ്പെട്ട മനുഷ്യർ അത്രയും അങ്ങോട്ടേക്കാണ് നീണ്ട നിരയായി മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ, കിലോമീറ്ററുകൾ നീണ്ട ക്യൂവിൽ കാത്തുനിന്ന് വി എസിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. അവിടെ നിന്നാണിപ്പോൾ വി എസിൻ്റെ മകൻ്റെ വീട്ടിലേക്ക്, ബാർട്ടൺ ഹില്ലിലെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. എ വി ജയശങ്കറുണ്ട്. ജയശങ്കർ, നേരത്തെ മുദ്രാവാക്യം വിളികൾ നേതാക്കൾ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിനുശേഷവും അങ്ങനെ തുടരുകയാണ്. അവർ ആരെയോ കാത്തു നിൽക്കുന്ന പോലെ. ഒരുപക്ഷെ ആ ഇടങ്കയിൽ ഒരു മുണ്ടിൻ്റെ തല കയ്യിലെടുത്ത് പിടിച്ച് വി എസ് നടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ ഓർമ്മ വരികയാണ്. അതുപോലും മടങ്ങിയവരെ വിനിയില്ലെങ്കിൽ പോലും എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ, വി എസിനെ പ്രതീക്ഷിച്ചെന്ന പോലെ അവർ ആ മുദ്രാവാക്യങ്ങളുമായി ആ വേലിക്കകത്ത് വീടിന് മുന്നിൽ ഇങ്ങനെ തൊണ്ട പൊട്ടി വിളിക്കുകയാണ്.